ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയിലെ ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൻ്റെ പേരെങ്ങനെയാണ് എഴുതുന്നത് എന്നാണ്. നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? കാൽഷ്യം, ഓക്സിജൻ 2 എണ്ണം. ഇവിടെയോ മഗ്നീഷ്യം, ക്ലോറിൻ 2 എണ്ണം. ഇവിടെ സോഡിയം, ക്ലോറിൻ 2 എണ്ണം. അങ്ങനെ 2 എലമെൻറ്റ്സ് വീതമുള്ള കോമ്പൗണ്ട്സിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഐഡ് എന്നായിരിക്കും. അതായത് കാൽഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് അങ്ങനെ വരും. ഇനി ഈ 2 എലമെൻറ്റ്സ് ഉള്ള കോമ്പൗണ്ട്സിൽ തന്നെ ആദ്യത്തെ എലമെൻറ്റ് മെറ്റൽ ആണെന്നിരിക്കട്ടെ. ഞാൻ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ എല്ലാം ആദ്യത്തെ എലമെൻറ്റ് മെറ്റലാണ്. കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ആദ്യത്തെ എലമെൻറ്റിൻ്റെ പേര് അങ്ങനെ തന്നെ എഴുതുക. രണ്ടാമത്തത് ഓക്സിജൻ അല്ലേ, അപ്പോൾ ഓക്സൈഡ് എന്ന് എഴുതുക. ഇതിൻ്റെയും ആദ്യത്തത് മെറ്റലാണ്, അപ്പോൾ ആ പേര് അങ്ങനെ തന്നെ എഴുതാം, മഗ്നീഷ്യം. രണ്ടാമത്തത് ക്ലോറിൻ ആണ്, അപ്പോൾ ക്ലോറൈഡ് എന്ന് എഴുതുക. അതായത് ഈ നമ്പർ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? സോഡിയം ക്ലോറൈഡ്. നമ്മൾ പേരെഴുതുമ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ നെയിം ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്, രണ്ടാമത്തത് സ്മോൾ ലെറ്ററിലും. ഇതെന്താണ്? പൊട്ടാസ്യം, ബ്രോമിൻ അല്ലേ, അപ്പോൾ ബ്രോമൈഡ്. അടുത്തത് Al2O3. Al എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ്. ഈ 2ഉം 3 ഒന്നും എഴുതണ്ട. അപ്പോൾ ഇതെന്തായിരിക്കും? സോഡിയം ഓക്സൈഡ്. ഇത് ലിഥിയം അയോഡൈഡ്. ഇതെന്താണ്? കോപ്പർ ആണ്. ഇത് ഓക്സിജൻ. അപ്പോൾ എനിക്ക് കോപ്പർ ഓക്സൈഡ് എന്ന് എഴുതിയാലുള്ള കുഴപ്പം, ഇതും കോപ്പറും ഓക്സിജനും തന്നെയാണ്. അപ്പോൾ രണ്ടിനെയും കോപ്പർ ഓക്സൈഡ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അവ തമ്മിൽ തിരിച്ചറിയണ്ടേ? അതിന് ഈ കോമ്പൗണ്ടിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2- ആണ്. അപ്പോൾ ഇവിടെ ഒരു കോപ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കോപ്പർ 2+ ആയിരിക്കണമല്ലോ, എങ്കിലല്ലേ ഇത് ടോട്ടൽ 0 ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ കോപ്പർ 2+ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കോപ്പർ 2 ഓക്സൈഡ് എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കാം. ഇവിടെ ഓക്സിജന് 2- ആണ്. അതായത് കോപ്പറിന് ടോട്ടൽ 2+ ആയിരിക്കണം. ഇവിടെ 2 കോപ്പറുണ്ട്, അപ്പോൾ ഓരോ കോപ്പറിനും 1+ ആയിരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ ടോട്ടൽ ഇവിടെ കോപ്പറിന് 2+ വന്നത്. കോപ്പർ 1 അല്ലേ, അപ്പോൾ 1 ഓക്സൈഡ്. ഇതുപോലെ തന്നെയാണ് അയൺ. അയണിൻ്റെ ഓക്സൈഡ് FeO, Fe2O3, Fe3O4 എന്നൊക്കെ ഉണ്ട്. ഓക്സിജൻ 2- ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് 2+ ആയിരിക്കണമല്ലോ. ഇവിടെ ഒരു അയണല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അയൺ 2 ഓക്സൈഡ്. ഇവിടെ സ്പേസ് വേണേ. Fe2O3 നോക്കാം. ഓക്സിജൻ 2- ആണ്. അങ്ങനത്തെ 3 ഓക്സിജൻ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ 6. അതായത് ഇവിടെ ഓക്സിജൻ 6- ആണ് ടോട്ടൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയൺ ടോട്ടൽ എത്രയാണ് വരേണ്ടത്? 6+ ആണ് വരേണ്ടത്. ഇവിടെ 2 അയൺ ഉണ്ട്. അതായത് ഓരോ അയണും എത്രയായിരിക്കണം? 3+. അപ്പോൾ അയൺ 3 ഓക്സൈഡ്. ഇനി Fe3O4 ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൽ 3 അയൺ അല്ലേ ഉള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 അയൺ 3+ സ്റ്റേറ്റിലും 1 അയൺ 2+ സ്റ്റേറ്റിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? അയൺ 2,3 ഓക്സൈഡ്. കോപ്പറിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ കുപ്രം എന്നാണ്. അതുകൊണ്ടാണ് കോപ്പറിൻ്റെ സിമ്പിൾ Cu എന്ന് വന്നത്. ഇവിടെ നോക്കിക്കേ, കോപ്പറിൻ്റെ ഏറ്റവും ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? 1 ആണല്ലേ. അങ്ങനെ ഏറ്റവും ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് OUS ചേർത്ത് എഴുതാം. അതായത് കുപ്രസ് ഓക്സൈഡ്. അതല്ല, ഇത് കോപ്പറും ക്ലോറിനും കൂടെ ഉള്ളതാണ്. എന്നിട്ട് കോപ്പറിന് 1+ സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? കുപ്രസ് ക്ലോറൈഡ് എന്നെഴുതാം. 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ് വരുന്നത്? അതിനേക്കാൾ തൊട്ട് വലുതായിട്ടുള്ളത് 2+ ആണ്. അപ്പോൾ അതിനെ IC ചേർത്താണ് എഴുതുക. അതായത് കുപ്രിക് ഓക്സൈഡ്. അപ്പോൾ കോപ്പർ 2 ഓക്സൈഡിനെ തന്നെയാണ് കുപ്രിക് ഓക്സൈഡ് എന്ന് എഴുതുക. അയണിന് 1+ സ്റ്റേറ്റ് വരാറില്ല. അയണിൻ്റെ ഏറ്റവും ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. അപ്പോൾ OUS ചേർത്താണ് ഇതിനെ എഴുതുക. അയണിൻ്റെ നെയിം ഫെറം എന്നാണ്. അതുകൊണ്ടാണ് Fe എന്ന സിമ്പിൾ വന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഫെറസ് ഓക്സൈഡ്. അല്ലെങ്കിൽ ക്ലോറൈഡ് ആണെങ്കിൽ ഫെറസ് ക്ലോറൈഡ് അങ്ങനെ വരും. ഇവിടെയോ 2+ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് 3+ ആണ്. അപ്പോൾ IC ചേർത്ത് എഴുതാം, ഫെറിക് ഓക്സൈഡ്. ഇനി ആദ്യത്തതും രണ്ടാമത്തതും നോൺ മെറ്റൽ ആണെങ്കിലോ? അപ്പോൾ നെയിമിൽ ഈ നമ്പറുകളെല്ലാം ഉൾപ്പെടുത്തേണ്ടി വരും. ഇതെന്താകും? കാർബൺ 2 എന്ന് പറഞ്ഞാൽ ഡൈ ആണ്, ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ്. കാർബൺ
ഒരെണ്ണം എന്ന് പറയുമ്പോൾ മോണോ എന്നാണ്, മോണോക്സൈഡ്. ഈ മോണോ എന്ന വാക്ക് ഒരിക്കലും ഫസ്റ്റ് വരില്ല കേട്ടോ. അതായത് മോണോ കാർബൺ മോണോക്സൈഡ് എന്നൊരിക്കലും എഴുതാറില്ല. മോണോ എപ്പോഴും സെക്കൻഡ് എലമെൻറ്റ് തൊട്ടാണ് ഉപയോഗിക്കുന്നത്. ഡൈ നൈട്രജൻ, 2 നൈട്രജൻ ഉള്ളത് കൊണ്ടാണ് ഡൈ എന്ന് എഴുതിയത്. ഡൈ ട്രൈ അങ്ങനെയുള്ളത് ഫ്രണ്ടിൽ എഴുതുന്നതിൽ കുഴപ്പമില്ല. മോണോ മാത്രമാണ് ഫ്രണ്ടിൽ എഴുതാത്തത്. ഡൈ നൈട്രജൻ 5 എന്ന് പറയുമ്പോൾ പെൻ്റ് ആണ്, പെൻഡോക്സൈഡ്. ഇതോ കാർബൺ. 4 എന്ന് പറഞ്ഞാൽ ടെട്രയാണ്, ടെട്രാ ക്ലോറൈഡ്. ഹൈഡ്രജൻ നോൺ മെറ്റൽ ആണെങ്കിലും നമ്മൾ ഹൈഡ്രജന് ഈ 2ഉം 3ഒന്നും എഴുതാറില്ല സാധാരണ. ഇത് ഡൈ ഹൈഡ്രജൻ സൾഫൈഡ് എന്നല്ല എഴുതുക, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് തന്നെയാണ് എഴുതുക. ഇനി നമ്മൾ നോക്കുന്നത് 2ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ഉദാഹരണത്തിന് NaOH. ഇതിൽ Na എന്ന് പറഞ്ഞാൽ സോഡിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഇവിടെയോ കാൽഷ്യം, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇവ അവസാനിക്കുന്നത് ഒന്നെങ്കിൽ 8 അല്ലെങ്കിൽ 8 ഇതിലായിരിക്കും. അത് എഴുതുന്നതിന് മുമ്പായി നമ്മൾ കുറച്ചെങ്കിലും പോളിയാറ്റോമിക് അയോൺസിൻ്റെ പേര് അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. OH- എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് ആണ്. SO42- എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ആണ്. SO32- എന്ന് പറഞ്ഞാൽ സൾഫൈറ്റ് ആണ്. നോക്കിക്കേ, ഇത് രണ്ടും സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും കോമ്പിനേഷനാണ്. ഇത് രണ്ടും നോക്കുമ്പോൾ ഏതിലാണ് ഓക്സിജൻ കുറവ്? ഇതിലാണല്ലേ. ഇതിൽ 3 ഓക്സിജനേ ഉള്ളൂ. അതുകൊണ്ടാണ് 8 എന്ന് വന്നത്. ഓക്സിജൻ കൂടുതലുള്ളതിനാണ് 8 എന്ന് വരിക. വേറൊരെണ്ണം നോക്കാം. നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ NO3-, നൈട്രൈറ്റ് എന്ന് പറഞ്ഞാൽ NO2-. ഓക്സിജൻ കുറവുള്ളതിലാണ് 8 എന്ന് വന്നത്. ഓക്സിജൻ കൂടുതലുള്ളതിൽ 8 എന്നാണ് വന്നത്. ഇനി CO32- എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ HCO32- എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബൈ കാർബണേറ്റ് എന്ന് പറയാം. SO42- സൾഫേറ്റ് ആണെങ്കിൽ HSO4- എന്ന് പറയുന്നത് ബൈ സൾഫേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ്. സൾഫേറ്റിൻ്റെ സ്പെല്ലിംഗ് ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ NaOH എന്തായിരിക്കും? സോഡിയം ഹൈഡ്രോക്സൈഡ്. CaOH2 എന്തായിരിക്കും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. Na2SO4 എന്തായിരിക്കും? സോഡിയം സൾഫേറ്റ്. NaHSO4 എന്തായിരിക്കും? സോഡിയം ബൈ സൾഫേറ്റ്. Na2CO3 എന്തായിരിക്കും? സോഡിയം കാർബണേറ്റ്. KHCO3 എന്തായിരിക്കും? പൊട്ടാസ്യം ബൈ കാർബണേറ്റ്. NaNO3 എന്തായിരിക്കും? സോഡിയം നൈട്രേറ്റ്.